SS1 ഒൻപതാമത്തെ അധ്യായമായ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് പദങ്ങളും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാഷ്ട്രം എന്നാൽ എന്താണ്, രാഷ്ട്രതന്ത്രശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്താണ് എന്നൊക്കെ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏതു തരം മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് രാഷ്ട്രം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു നോട്ട് വായിക്കുക. നമ്മുടെ രാജ്യത്തുള്ള ധാരാളം പേർ വിദേശ രാജ്യങ്ങളിൽ താമസിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടവർ. അത്തരത്തിലുള്ളവർ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് അവർക്ക് പരിഹാരം കണ്ടെത്തുന്നത്, ആത്യന്തികമായ പരിഹാരം സാധ്യമാക്കുന്നത് രാഷ്ട്രമാണ്. ഇതാണ് ആ നോട്ടിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്താണ് രാഷ്ട്രം എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ച കാലത്തു തന്നെ രാഷ്ട്രം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച സ്ഥാപനം ഉണ്ടായിട്ടുണ്ട്. ആദ്യമായി രാഷ്ട്രം എന്ന പദം പ്രയോഗത്തിൽ വരുത്തിയത് പാശ്ചാത്യ ചിന്തകനായ നിക്കോളോ മാക്കിയവെല്ലിയാണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ് രാഷ്ട്രം എന്നുള്ളതിന് ഒരു നിർവചനം നമുക്ക് കണ്ടെത്താം. ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുകയും പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. ഈ നിർവചനത്തിൽ നിന്ന് നമുക്ക് രാഷ്ട്രത്തിന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ടുന്ന 4 ഘടകങ്ങൾ എന്തെല്ലാമെന്ന് കണ്ടെത്താൻ കഴിയും. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ജനങ്ങൾ, ഭൂപ്രദേശം, ഗവൺമെൻറ്, അതേപോലെ പരമാധികാരം. ഇതാണ് 4 പ്രധാനപ്പെട്ട രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഇവ ഓരോന്നായി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. 1. ജനങ്ങൾ. ജനസംഖ്യയെ സംബന്ധിച്ച 2020 ഒരു കണക്കാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ചൈന, അവിടുത്തെ ജനസംഖ്യ, തൊട്ടടുത്ത 2ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ ജനസംഖ്യ, ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ലോകത്തിലെ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലെ ജനസംഖ്യ. ആ എണ്ണം ഒന്ന് ശ്രദ്ധിക്കുക. 144 കോടിയാണ് ചൈന, 137 കോടിയാണ് ഇന്ത്യ, വെറും 801 വത്തിക്കാൻ സിറ്റി. രാഷ്ട്രത്തിൻ്റെ രൂപീകരണത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമാണ് ജനങ്ങൾ. പരസ്പര ധാരണയും പരസ്പരാശ്രയത്വവും പൊതു താല്പര്യവും അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ജനങ്ങളില്ലാതെ രാഷ്ട്രമില്ല. രാഷ്ട്രം നിലനിൽക്കുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യ എന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടൊരു ഘടകമേ അല്ല, എത്ര എണ്ണം ഉണ്ടായിരിക്കുക എന്നുള്ളത്. പക്ഷേ അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിന് ഗുണകരമായിരിക്കുകയില്ല. ജനസംഖ്യ അമിതമായി വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ ജനസംഖ്യ കുറയുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാകും. രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു അടിസ്ഥാന ഘടകമാണ് ഭൂപ്രദേശം. കൃത്യമായ അതിർത്തികളോടുകൂടിയ ഒരു ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കണം. ജനങ്ങൾ നിശ്ചിത ഭൂപ്രദേശത്ത് സ്ഥിരമായി താമസിക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുക. ഈ ഭൂപ്രദേശത്തിൽ
രാഷ്ട്രത്തിന് പൂർണ്ണമായ നിയന്ത്രണവും ഉണ്ടായിരിക്കും. ഭൂപ്രദേശം എന്ന് പറയുന്നത് കരഭാഗം മാത്രമല്ല, ജലമേഖലയും വായുമേഖലയും തീരപ്രദേശവും ചേർന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളായ റഷ്യ, കാനഡ, അമേരിക്ക തുടങ്ങിയവ മുതൽ ഏറ്റവും ചെറിയ വത്തിക്കാൻ സിറ്റി വരെയുള്ള രാജ്യത്തിൻ്റെ വിസ്തൃതിയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഭൂപ്രദേശ വലുപ്പം രാഷ്ട്ര രൂപീകരണത്തെ ബാധിക്കുന്നേയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സമുദ്ര സാമീപ്യമുള്ള രാജ്യങ്ങളുടെ അതിർത്തികൾ സമുദ്രത്തോളം എത്തും. കരയിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ കടൽ പ്രദേശമെല്ലാം ആ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരിക്കും. ഈ മേഖല ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് അറിയപ്പെടും. മറ്റു രാജ്യങ്ങൾക്ക് അനുമതിയില്ലാതെ ഈ പ്രദേശങ്ങളിൽ പ്രവേശിക്കാൻ പാടില്ല. രാഷ്ട്രത്തിൻ്റെ മറ്റൊരടിസ്ഥാന ഘടകമാണ് ഗവൺമെൻറ്. രാഷ്ട്രത്തിനു വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും വിവിധ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്നു. ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ട്, രാജാധിപത്യ ഗവൺമെൻറ് ഉണ്ട്, ഏകാധിപത്യ ഗവൺമെൻറ് ഉണ്ട്. ജനാധിപത്യത്തിൽ തന്നെ പാർലമെൻ്ററി ജനാധിപത്യമുണ്ട്, പ്രസിഡൻഷ്യൽ ജനാധിപത്യമുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത ഗവൺമെൻറ് രീതികളുണ്ട്. എന്തായാലും രാഷ്ട്രത്തിനു വേണ്ടി ഗവൺമെൻറ്റുകൾ ചില ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. അവ എന്തെല്ലാമെന്ന് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പരമാധികാരം. നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും പരമാധികാരം ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രമാവുന്നതേ ഇല്ല. കേരളം നമ്മൾ രാഷ്ട്രം എന്ന് വിളിക്കാറില്ല, അല്ലെങ്കിൽ കേരളം ഒരു രാഷ്ട്രമല്ല. കാരണം ജനങ്ങളില്ലാത്തതുകൊണ്ടോ ഭൂപ്രദേശമില്ലാത്തതുകൊണ്ടോ ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ടോ അല്ല, മറിച്ച് പരമാധികാരം ഇല്ലാത്തതുകൊണ്ടാണ്. മറ്റ് ധാരാളം സാമൂഹിക സ്ഥാപനങ്ങൾ രാഷ്ട്രമല്ലാതാവുന്നത് ഈ പരമാധികാരത്തിൻ്റെ കുറവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പരമാധികാരം. എന്താണ് പരമാധികാരം? ബാഹ്യ നിയന്ത്രണമില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി നിലപാടെടുക്കാനുമുള്ള പൂർണ്ണമായ അധികാരമാണ് പരമാധികാരം. ഇത് ഒരു രാഷ്ട്രത്തിന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാർത്തകൾ ശ്രദ്ധിക്കുക. വിലവർധന നിയന്ത്രിക്കാൻ ദേശീയ തലത്തിൽ കമ്മിറ്റി രൂപീകരിക്കുന്നു, അല്ലെങ്കിൽ സംവിധാനമൊരുക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കുന്നു. ഇത് ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മറ്റു 2 വാർത്തകൾ നോക്കൂ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കരാർ ഒപ്പുവെച്ചു. കൃഷിയെ ലോകവ്യാപാര കരാറിൽ നിന്നൊഴിവാക്കാൻ ഇന്ത്യ ആവശ്യപ്പെടും. ഇത് ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരമാണ്. ഇന്ത്യക്കുള്ളിലെ കാര്യങ്ങളിലും പുറത്തെ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് നമ്മൾ പരമാധികാരം എന്ന് പറയുക. ഇങ്ങനെയുള്ള പരമാധികാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ തിരിച്ചറിയാൻ പോകുന്നത്. പരമാധികാരത്തിൻ്റെ സവിശേഷത രാഷ്ട്രത്തിൻ്റെ സമ്പൂർണവും അപരിമിതവും, അതിനെ പരിമിതപ്പെടുത്താൻ പറ്റില്ല, അവിഭാജ്യവും ആയ ഘടകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ പിന്നെ പരമാധികാരമില്ല എന്നാണ്. അപ്പോൾ പരമാധികാരം വിഭജിക്കപ്പെടുന്നതോടുകൂടി 2 രാജ്യങ്ങളുണ്ടാവുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലത്ത് ഇന്ത്യക്ക് നൽകേണ്ടുന്ന പരമാധികാരം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വിഭജിക്കപ്പെടുന്നതോടെ 2 രാജ്യം ജനിക്കുകയായി. പരമാധികാരം വിഭജിക്കപ്പെട്ടാൽ പുതിയ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ സവിശേഷത ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന നിലയ്ക്ക് പരമാധികാരത്തിന് രണ്ട് തലങ്ങളുണ്ട്: ആഭ്യന്തര തലവും ബാഹ്യതലവും. ഭൂപ്രദേശ പരിധിക്കുള്ളിൽ എല്ലാ വിഷയത്തിലും തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് ആഭ്യന്തര തല പരമാധികാരം എന്ന് പറയുക. അതേപോലെ അന്തർദേശീയ വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അധികാരമാണ് ബാഹ്യ തലം. ഇതാണ് നമ്മൾ നേരത്തെ ഒരു പത്രവാർത്തയിൽ കണ്ടതും.